സഹിനിലേക്ക് വേണം. സഹിനെ, ഈ വിലക്കയറ്റം, എണ്ണ വിലയൊക്കെ ഇങ്ങനെ റോക്കറ്റ് പോലെ പോയാൽ മനുഷ്യൻ എങ്ങനെ എണ്ണ വാങ്ങിച്ച് നല്ല കറിയൊക്കെ ഉണ്ടാക്കി ജീവിക്കും എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പലരും പലതിലോട്ടും മാറിയെന്നാണ്. ഇപ്പോൾ എണ്ണ ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ സൺഫ്ലവർ ഓയിലും പാം ഓയിലും ഒക്കെ ആശ്രയിക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗത്ത് ഒരു നഷ്ടം വ്യാപാരികൾ പറയുന്നുണ്ട്, മറുഭാഗത്ത് തേങ്ങ മോഷണം ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഇതിപ്പോൾ എന്ത് ചെയ്യും? ഈ പോക്കണ്ട് എന്താ തോന്നുന്നത്? സേതു, ഒരു രക്ഷയില്ല. ഈ എണ്ണക്ക് വില ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും സേതു പറഞ്ഞതുപോലെ സൺഫ്ലവർ ഓയിലിലേക്കോ അല്ലെങ്കിൽ പാം ഓയിലിലേക്കൊക്കെ പോകേണ്ടി വരും. ഞാൻ മുൻപ് പാം ഓയിലിലൊക്കെ ഞങ്ങളുടെ വീട്ടിൽ കടിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ പഴംപൊരിയും മറ്റു സാധനങ്ങളൊക്കെ പാം ഓയിലിൽ ഉണ്ടാക്കുമായിരുന്നു. കാരണം വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലായതുകൊണ്ടായിരുന്നു. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു വീട് ഭയങ്കര റിച്ച് ആയിട്ടുള്ള വീടാണെന്ന് തോന്നുന്നു. കാരണം ഇത് കണ്ട, എണ്ണയിൽ പപ്പടമൊക്കെ ഇറക്കുന്നുണ്ട്. എങ്ങനെയാണ് എണ്ണ വിലയൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്? ഒട്ടും മുതലാകണില്ല. ഒട്ടും മുതലാണെന്ന് വെച്ചാൽ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പം 500 രൂപ കൊണ്ട് പോയ 1 കിലോ വെളിച്ചെണ്ണ മാത്രമേ നമുക്ക് കിട്ടണുള്ളൂ. വേറെ സാധനങ്ങളൊന്നും കിട്ടണില്ല. ഹലോ, എന്തും മിണ്ടാതിരിക്കണേ. എങ്ങനെയുണ്ട് സാധനങ്ങളുടെ വിലയൊക്കെ? എങ്ങനെയുണ്ട്? വെളിച്ചെണ്ണയുടെ വില നമുക്ക് എടുക്കാൻ പറ്റാത്ത രീതിയാണ്. ചേച്ചി പറഞ്ഞ പോലെ 500 രൂപ കൊണ്ട് പോയാൽ നമുക്ക് ഒന്നും കിട്ടൂല. പണ്ടെന്ന് പറഞ്ഞാൽ 500 രൂപ കൊണ്ട് പോയാൽ ചായപ്പൊടി, പഞ്ചസാര, വെളിച്ചെണ്ണ, അത്യാവശ്യം വേണ്ട സാധനങ്ങൾ നമുക്ക് മേടിച്ചോണ്ട് വരാം. വറുക്കാനായിട്ടൊക്കെ ഭയങ്കര പണിയാണല്ലേ? പപ്പടം വറുത്തെടുക്കാൻ പണിയാ. ഇനി പപ്പടം ഉപേക്ഷിക്കണം. പപ്പടം ഉപേക്ഷിക്കേണ്ടി വരും. എണ്ണയിൽ വറുക്കുന്ന സാധനങ്ങളെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. അമ്മാതിരി വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണേ. വില ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കുറയും തോന്നണില്ല. ഇനി ഓണമൊക്കെ ആവുമ്പോൾ നമുക്ക് കൂടി വരാനാണ് കൂടുതൽ, ഒന്നും കൂടി ചാൻസ് കൂടുന്നത്. ഇത് യഥാർത്ഥത്തിൽ എണ്ണ വില കൂടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കുടുംബ ബഡ്ജറ്റിന് ആകെ താളം തെറ്റും? ഭയങ്കരമായിട്ട് താളം തെറ്റി. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഞാനിപ്പോൾ ഓയിലാക്കി. ഒരു 2 കിലോ വെളിച്ചെണ്ണ മേടിക്കാനടുത്ത് 1/2 കിലോ ഓയിലും 1/2 കിലോ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഉപയോഗിക്കണത്. ഒരു നിവൃത്തിയില്ല. 1000 രൂപ കൊണ്ട് ടേസ്റ്റ് വ്യത്യാസം വരാൻ പിടിക്കില്ലേ? ഇല്ല, നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് കഴിക്കാൻ പറ്റില്ലത്. പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്ക് സാധാരണക്കാർക്ക് അതേ നിവൃത്തിയുള്ളൂ. പപ്പടമൊക്കെ വറുത്ത് ചുടാൻ നേരത്തൊക്കെ ഈ മക്കൾക്ക് ഈ പാമ്പുവിലും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നേരത്ത് അവർക്കൊരു സംശയം ചോദിക്കില്ലേ? ഈ ടേസ്റ്റ് വ്യത്യാസം അവർ ചോദിക്കും. പക്ഷെ നമുക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. 1 മാസം 1 കിലോ വെളിച്ചെണ്ണ കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഈ വിലയായതുകൊണ്ട് നമ്മൾ ഇനി പാം ഓയിലും കൂടി ആഡ് ചെയ്ത് ചെയ്യണം. അല്ലാതെ നമുക്ക് പറ്റില്ല. നമ്മളുടെ പറഞ്ഞ പോലെ ബഡ്ജറ്റ് നമ്മുടെ ഭയങ്കരമായിട്ട് താളം തെറ്റി പോവാണ്. ഓണക്കാലം കൂടിയൊക്കെ വരാൻ പോവാണ്. സാധനങ്ങളുടെയൊക്കെ വിലയൊക്കെ എങ്ങനെയാണ് ഇപ്പൊ എല്ലാത്തിനും വില കൂടുതലാണല്ലോ. അത് തന്നെയാണ് ഈ ഓണക്കാലമൊക്കെ വരാറാൻ നേരത്തൊക്കെ അത് വലിയ കാര്യമായിട്ട് തന്നെ ഈ കുടുംബ ബഡ്ജറ്റിനെയൊക്കെ ബാധിക്കുന്നത്. ഇവിടെയൊക്കെ അമ്മച്ചിയൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് വന്ന് എന്തൊരു മടിയൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കണേ. ഇതെന്ത് ഈ വിലയൊക്കെ എങ്ങനെയാണ്? ഭയങ്കരമായിട്ട് വില കൂടുതലല്ലേ ഈ സാധനങ്ങളുടെയൊക്കെ? വില കുതിച്ചു വരികയാണ്. 1 കിലോ വെളിച്ചെണ്ണക്ക് 450 രൂപ. അടുത്ത ആഴ്ചയിൽ 500 ആകും. അപ്പൊ ഈ ഓണോണ് വന്ന അതല്ല, ഇപ്പൊ 1 കിലോ വെളിച്ചെണ്ണ മേടിച്ച് 1 കിലോ തേച്ച് കിട്ടാറുണ്ടോ? ഇല്ല, 900 ഗ്രാം കിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഓണോണ് വന്നത് ഞങ്ങള് ഞങ്ങളുടെ കൊച്ചുമക്കളെ എങ്ങനെ ഉയർത്തും? ഒരു രക്ഷയില്ല. വല്ല ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഓണയില്ലല്ലേ? മലയാളിക്ക് ഓണയില്ലല്ലോ. ആ അവസ്ഥയിലേക്ക് മാറി. ഇങ്ങോട്ട് വന്നത് ഇങ്ങനെ നാണിച്ചൊക്കെ നിൽക്കണം. ഇങ്ങോട്ട് കാര്യങ്ങളൊക്കെ പറ. ഇല്ലാത്ത കാരണം ഓണം ഇല്ല, തേങ്ങയില്ല, വെളിച്ചെണ്ണയില്ല, തേങ്ങയും കിട്ടണില്ല. ഞാനപ്പോൾ ചോദിച്ചത്, ഈ വെളിച്ചെണ്ണ മേടിക്കാൻ നേരത്തിന് ഈ വെളിച്ചെണ്ണയിൽ സ്വാഭാവികമായിട്ടും ഈ കള്ള എണ്ണ വരുമെന്ന് പറയണം. അത് മായം ചേർന്ന എണ്ണയൊക്കെ മായം ചേർന്ന എണ്ണയാണ്. സ്വയം അല്ല, നല്ല എണ്ണയല്ല, നല്ല വെളിച്ചെണ്ണയല്ല. കണ്ടാ മനസ്സിലാവും. കണ്ടാ മനസ്സിലാവും. നമുക്ക് തലയെ പോലും തേക്കാൻ പറ്റില്ല. ശരിക്കും പതഞ്ഞു വരും വെളിച്ചെണ്ണ. ഹലോ, ഇങ്ങോട്ട് വന്നേ. ഇത് ഈ കുട്ടികളൊക്കെ ഇപ്പൊ ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരാൻ നേരത്ത് കുട്ടികളൊക്കെ പറയില്ല ഇതിനൊരു രുചിയില്ല, അങ്ങനെ അത് മായം ചേർത്തിട്ടല്ലേ? അതോടൊപ്പം തന്നെ ഈ പച്ചക്കറിയുടെ വിലയൊക്കെ എങ്ങനെയാണ്? മറ്റു സാധനങ്ങളുടെയൊക്കെ വില എങ്ങനെയാണ്? പച്ചക്കറിക്കും വില കൂടുതലാ. അതിലും മായോ. അതെന്തായാലും അതൊക്കെ തന്നെയാണ്. ഈ മായം കാര്യമായിട്ടൊക്കെ കിട്ടുന്നത്. ഇവിടെ ഒരാളിങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് സാധനങ്ങളുടെയൊക്കെ വിലയൊക്കെ എങ്ങനെയുണ്ട്? ചോദിക്കാറുണ്ട്. നല്ല കൂടുതലാണ്. ഇതിപ്പോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? വലിയ ദുരിതത്തിലേക്ക് പോകില്ലേ? അതെ, എല്ലാത്തിനും വില കൂടുതലാണ്. ഓണം വരുമ്പോൾ ഇതിനേക്കാൾ കൂടാൻ സാധ്യതയുണ്ട്. അതെ. പ്രത്യേകിച്ച് സ്ത്രീകൾ, നിങ്ങളെയാണല്ലോ ഇതൊക്കെ ബാധിക്കുന്നത്. അപ്പൊ നിങ്ങളിത് അവിടുത്തെ രാഷ്ട്രീയക്കാരോടോ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ആളുകളോടൊക്കെ പരാതി ഒന്നും പറയില്ല? വിലയൊക്കെ ഇങ്ങനെ കൂടുന്നു, ഇതൊന്നും ശ്രദ്ധിക്കുന്നൊന്നും പറയില്ല? നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. വില കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എന്ത് പ്രതിഷേധം അറിയിച്ചാലും അതിന് യാതൊരു ഇത് ഉണ്ടാവാറില്ല. നമുക്ക് തിരിച്ച് ഒരു ഗുണം കിട്ടാറില്ല. ഇത് തന്നെയാണ് സേതു മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ്. എന്നിട്ട് ഇപ്പൊ ഇനി എങ്ങനെയാണ് ഈ വില വരാൻ നേരത്തെ, ഓണം വരാൻ നേരത്തൊക്കെ ഇത് എങ്ങനെ മാനേജ് ചെയ്യും? ചിപ്സ് വറക്കല്ലെങ്കിൽ ഒഴിവാക്കും.
ചിപ്സ് അങ്ങോട്ട് വർക്കില്ല. ചിപ്സ് എങ്ങനെ ഈ വെളിച്ചെണ്ണ വറുത്തില്ല ഒരു വറുത്ത കൊള്ളില്ലല്ലോ നമുക്ക് വെളിച്ചെണ്ണ. ഇപ്പൊ ഈ ഒരു വിലക്കയറ്റ സമയത്ത് ചിപ്സ് ഒന്നും പറയാൻ പോലും പറ്റില്ല. കാരണം 1 കിലോ ചിപ്സിന്റെ വില ഇന്നിപ്പോ നോക്കുമ്പോഴത്തേനും 800 രൂപ 900 രൂപയൊക്കെയാണ്. 100 ഒക്കെ പറയാനുണ്ട്. ആ 1 കിലോ എടുത്തു നോക്കുമ്പോൾ ഒരു തേങ്ങയാണ് തോന്നുന്നത്. സേതു അത് തന്നെയാണ്. അതായത് 1 കിലോ ചിപ്സ് മേടിച്ചാൽ 800 രൂപ 900 രൂപയൊക്കെയാണ്. ചിപ്സ് ഒക്കെ കഴിക്കാറുണ്ടോ? പിന്നെ കഴിക്കാറുണ്ട്. ഓണമായിട്ട് ഈ സാധനമൊക്കെ കളയേണ്ടി വരും. ഇതൊന്നും വേണ്ട. ഓക്കെ സഹിൻ, ശരി. അപ്പൊ ഈ വിപണി ഇടപെടൽ, സർക്കാരിന്റെ ഒക്കെ ഒരു വിപണി ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഈ കുടുംബ ബജറ്റ് ഓൾറെഡി താളം തെറ്റിക്കഴിഞ്ഞു. അത് കൂടുതൽ തെറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഓക്കെ സഹിൻ, ശരി. ഞാനേ ലിനറ്റിലേക്കും കൂടി ഒന്ന് പോകട്ടെ. കാരണം ഇപ്പം ഒരു വശത്ത് വിലക്കയറ്റം ഇങ്ങനെ കുത്തനെ കൂടുകയാണ്, മറുവശത്ത് തേങ്ങാക്കള്ളന്മാരെ കൊണ്ട് പൊറുതിമുട്ടി ഒരു നാടുണ്ട്. ലിനച്ചെ, എങ്ങനെയാണ്? ഏതെങ്കിലും തേങ്ങാക്കള്ളന്മാർ വലയിലായിട്ടുണ്ടോ? ഉറക്കമില്ലാത്ത രാത്രികളാണല്ലേ? തീർച്ചയായും സേതുലക്ഷ്മി, കേൾക്കുമ്പോൾ ഒരുപക്ഷെ ബാക്കിയുള്ളവർക്ക് തമാശയായിട്ട് തോന്നുമെങ്കിൽ പോലും കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആശങ്കയിലാണ് കഴിയുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് കോഴിക്കോട് കുറ്റിയാടി എന്ന് പറയുന്നത്. ഗുണമേന്മയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന തേങ്ങകൾ പെട്ടതാണ് കുറ്റിയാടി തേങ്ങ. അങ്ങനെ ഒരു പേരുകൂടെ കേട്ട ഒരു വിഭാഗമാണ് കുറ്റിയാടി തേങ്ങ എന്ന് പറയുന്നത്. ആ ഭാഗത്താണ് ഇത്തരത്തിലുള്ള മോഷണം പതിവായിരിക്കുന്നത്. ഈ കഴിഞ്ഞ മാസത്തിനിടെ 5ഓളം പരാതികളാണ് തൊട്ടിൽപ്പാലം സ്റ്റേഷനിലും അതോടൊപ്പം കുറ്റിയാടി സ്റ്റേഷനിലും ഒക്കെയായി എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, ഇത്തരത്തിൽ നാളികേരം മോഷണം പോകുന്നത് കൊണ്ട് അവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി വരെ രൂപീകരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഈ ഒരു കർഷകർ മാറിയിരിക്കുകയാണ്. രാത്രിയിലും പകലും എന്ന് ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള മോഷണം നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ കർഷകർ ഈ തെങ്ങിൽ കയറി തേങ്ങ വലിച്ചതിന് ശേഷം കൂട്ടിയിട്ട് അതിൽ നിന്നാണ് ഇത്തരത്തിൽ മോഷ്ടാക്കൾ വന്ന് കട്ടുകൊണ്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ പെട്രോളിംഗ് ഒക്കെ, രാത്രികാല പെട്രോളിംഗ് ഒക്കെ സജീവമാക്കിയിരിക്കുകയാണ് ഇത്തരത്തിൽ മോഷ്ടാക്കളെ പിടിക്കാൻ വേണ്ടി. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഇത്തരത്തിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ തേങ്ങകളുമൊക്കെ ആയിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ, അത് വിൽപ്പനയ്ക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വ്യാപാരികളോട് പോലീസിൽ വിവരം അറിയിക്കാനും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ ശക്തമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് കുറ്റിയാടി ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വില എന്ന് പറയുന്നത് ഇപ്പോൾ 90 രൂപയാണ് വില തേങ്ങയ്ക്ക് കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 35ഓളം രൂപയാണ്. ഇപ്പം ഇരട്ടി വിലയാണ് തേങ്ങയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. പണ്ട് ഈ പറമ്പിലൊക്കെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തേങ്ങ വീഴുമ്പോൾ ആർക്കും വേണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ 2 തേങ്ങയുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാമെന്ന തമാശ പോലും ഇവിടെ ഇപ്പോൾ പലരും പറയുന്നതായി നമുക്ക് കേൾക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെയേറെ ഗൗരവത്തോടെയാണ് കുറ്റിയാടി ഭാഗത്തുള്ള നാളികേര കർഷകർ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തെ സമീപിക്കുന്നത്. തമാശ എന്നോണം ബാക്കിയുള്ളവർക്ക് തോന്നിയാൽ പോലും അവരുടെ സാഹചര്യത്തിൽ, അതായത് വലിയ ഈ വില ഉയരുന്നതിനെ തുടർന്ന് ആശ്വാസകരമാകുന്നെങ്കിൽ പോലും ഇത്തരത്തിൽ നാളികേരം മോഷണം പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. സേതുലക്ഷ്മി.